ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ എപ്പിക്കിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അയൺ ഫാം ഉണ്ടാക്കണം, പിന്നെ ചെറിയൊരു എക്സ്പ്ലോറേഷൻ ഉണ്ട്, പിന്നെ ഒരു ചെറിയ പരിപാടി ഉണ്ട്. നമ്മുടെ വീറ്റ് ഫാം ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലോലൻ കയറിയിട്ടുണ്ട്. ലോലൻ വേറൊരു അക്കൗണ്ടിൽ നിന്നാണ് കയറിയുള്ളതെന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ലോലൻ കയറിയപ്പോൾ തന്നെ ഒരു ചെറിയ ലാഗ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ പിങ്ക് ഷീപ്പിൻ്റെ നിന്ന് കളക്ട് ചെയ്ത വൂൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ. അപ്പോൾ ഫ്ലെക്സിങ് ആൻ തന്നെ കൂട്ടിക്കോ. അപ്പോൾ നമ്മൾ ഇനി പണി തുടങ്ങാം. അപ്പോൾ ഞങ്ങൾ ചില ഭാഗങ്ങൾ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ, കാരണം നമ്മൾ കുറേ പ്രാവശ്യം ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റായൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാവും. അപ്പോൾ പുതിയ വീഡിയോ ഞാൻ അധികം വൈകാണ്ട് തന്നെ ഇടും. അപ്പോൾ നമുക്ക് ബാക്കി പണിയിലേക്ക് പോവാം. ഞാൻ വെള്ളം ഒഴിച്ചു തരാം ഒരു മിനിറ്റ്. അപ്പോൾ ആൾ ബെഡൊക്കെ എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്താണ്. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡാണ് വെക്കാനുള്ളത്. ഓക്കെ, ഞാൻ ബെഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ സൈഡിലത്തെ പില്ലറും കെട്ടി വിട്ടിട്ടുണ്ട്. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് അടച്ചിട്ട് വില്ലേജറിനെ കൊണ്ടുവരണം. അപ്പോൾ ഇതാ വില്ലേജറിനെ കൊണ്ടുവന്നുണ്ട്. പിന്നെ അധികം വൈകാണ്ട് നമുക്ക് നെതറിക്കും പോകണം. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് വില്ലേജ് റിപ്പീറ്റർ കാണിച്ചു തന്നില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ബിൽഡ് അതിൻ്റെ മേലെ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് തീർന്ന പാടെ. പിന്നെ ഇവിടെ കുറേ കുഴികളുണ്ട്. ഇതൊക്കെ ഞാനും ലോലപ്പനും കൂടി പൊട്ടിച്ചതാണ്. ഇതൊക്കെ നമുക്കൊന്ന് അടയ്ക്കണം. അത് ഈ എപ്പിസോഡിൽ ഞാൻ ഓഫ് ക്യാമറയിലെല്ലാം ചെയ്യും. ഓക്കെ, നമ്മൾ വില്ലേജറിനുള്ളിൽ കയറ്റിയിട്ട് ടോപ്പ് അടച്ചിട്ട് മേലെ കില്ലിങ് ചേമ്പറിൻ്റെ പണിയും തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തപ്പോൾ അവന്മാർ ബ്രീഡ് ആവാനും തുടങ്ങി. അപ്പോൾ ഇത് എപ്പോഴത്തെയും പണിമാരി നമ്മൾ ട്രാപ്പ് ഡോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ലാവ കണ്ടുപിടിക്കണം. അത് ലോലം കണ്ടുപിടിച്ചാലെന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ നമ്മളത് നോർത്ത് സ്ഥലം ഉണ്ടാക്കണ്ട. അപ്പോൾ ഇനി ലാവയും വെക്കണം, പിന്നെ കുറച്ച് വെള്ളം വെക്കണം. അപ്പോൾ ഞാൻ എക്സ്പ്ലോറേഷൻ ഇറങ്ങണം പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്, സ്പ്രൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷീപ്പിനെ തപ്പി ഇറങ്ങിയതാണ്. ഷീപ്പ് ഇപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഫുഡ് നമ്മുടെ മട്ടനാണ്. അപ്പോൾ മട്ടൻ 55 എണ്ണം ഇപ്പോൾ കയ്യിലുണ്ട്. പിന്നെ തിരിച്ചു പോകുമ്പോഴും ഉള്ള ഷീപ്പിനെ മൊത്തം ഞാൻ കൊന്നോളാം. അപ്പോൾ വീട്ടിലൊരു ഷീപ്പ് ഫാം ഉള്ളതുകൊണ്ട് ആണ് നമ്മൾ അങ്ങനെ ചെയ്തുള്ളത്. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് മറ്റേ പൗഡേർഡ് സ്റ്റോണിലൊന്ന് വീണുണ്ടായിരുന്നു. അതാണ് ലൈഫ് ഇത്ര കുറവ്, ഹാർട്ട് ഇത്ര കുറവ്. അപ്പോൾ നമുക്ക് സ്പ്രൂസ് കിട്ടിയിട്ടുണ്ട്. സാപ്ലിങ് കിട്ടണം, സാപ്ലിങ് കിടക്കണം. പിന്നെ സാപ്ലിങ് നമ്മൾ വേറൊരു എപ്പിസോഡിൽ പോയി എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇതെന്താ ഇതിൻ്റെ കാണാത്ത അവരുടെ ട്രീപ്പ് ചോപ്പറിൻ്റെ സാധനമാണ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് മറ്റേ അയൺ ഫാമത്തെ 20 വില്ലേജറിനെ സെറ്റാക്കണം. അപ്പോൾ ലോല ഓൾറെഡി പറഞ്ഞിരുന്നു 20 വില്ലേജറിൻ്റെ ആയി തോന്നുന്നു. അപ്പോൾ അവന്മാർ വലുതായിച്ചാൽ അയൺ ഗോളം സ്പോണാവും. അപ്പോൾ അവന്മാർ വലുതാവണ വരെ ഇനി കാത്തിരിക്കണം. ഓക്കെ, നമ്മൾ തിരിച്ചു പോണ വഴിയിൽ നമുക്ക് ചെറിയ ബ്ലോസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതായാലും നന്നായി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വുഡിൻ്റെ വെറൈറ്റീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് വിടാം. അപ്പോൾ നമ്മളിത് നമ്മുടെ വില്ലേജർ ട്രീഡറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിൽഡ്. അധികം ഫാൻസി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ റെയിലൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ട്. നമ്മുടെ റെയിൽ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പോണറിൻ്റെ ബിൽഡ് ഞാൻ പിന്നെ കാണിച്ചു തരാം. അതിൻ്റെ പുറം മാത്രം നിങ്ങൾ കണ്ടാൽ മതി, മൊത്തം കാണണ്ട. അപ്പോൾ ഓക്കെ, നമ്മുടെ ലോലൻ്റെ കുതിരയാണിത്. അപ്പോൾ ലോലനെ ഒരു ക്രീപ്പർ ഇട്ട് ഓട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കുഴികളൊക്കെ അടക്കണം. അപ്പോൾ ഇന്നലെ ഓടിക്കണത്. അപ്പോൾ നമ്മുടെ അയൺ ഫാമിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിൻ്റെ മേലെ ബിൽഡ് എന്തായാലും സെറ്റാക്കണം. നമ്മുടെ ലെറ്റ്സ് പ്ലേത്തെയും സ്കൈ ബ്ലോക്കത്തെയും ഇങ്ങനെ ഒഴിച്ചു വിടാൻ പറ്റില്ല. അതെന്തായാലും നമ്മൾ സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഓഫ് ക്യാമറയിൽ തന്നെയാവും ചെയ്യുക. അപ്പോൾ ലോലൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലോലൻ്റെ പണി തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ലോലനാലോ ഇവിടുത്തെ കൃഷിയൊക്കെ നോക്കല്ലേ. അപ്പോൾ ലോലന് ഒരു സർപ്രൈസ് മാതിരി നമുക്കൊരു സംഭവം പണിഞ്ഞു കൊടുക്കണം. അതാണ് ഞാൻ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിലേ പറഞ്ഞുള്ളത്. അത് ഉണ്ടാക്കാൻ പോകുന്ന ലോലൻ അറിയില്ല. ഞാൻ ഫുഡ് കുറച്ച് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധനങ്ങൾ എടുക്കണം. ഇനി കുറച്ച് സ്റ്റോൺ ബ്രിക്ക് എടുത്തോട്ടെ. പിന്നെ ഈ ടഫ് അടിപൊളിയാണ്. ഈ ടഫിൻ്റെ ടഫ് നമുക്ക് കുറച്ച് മൈൻ ചെയ്യാൻ പോകണം. താഴത്ത് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്ക് അയണിൻ്റെ വെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ടഫ് നമുക്ക് ഒപ്പിക്കണം. അപ്പോൾ നമുക്കിനി ബിൽഡ് ഉണ്ടാക്കാൻ പോവാം. അതിന് മുമ്പേ കുറച്ച് സ്പ്രൂസും കൂടി എടുക്കണം. സ്പ്രൂസ് ഇതിലില്ല. ഓക്കെ, എല്ലായിടത്തും വന്നിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമുക്ക് ഇതിലത്തെ മൊത്തം ക്രോപ്പ് നമുക്ക് കളയണം. ഒന്നുമില്ലാണ്ട് കളയണം. എന്നിട്ട് ഇവിടുത്തെ വെള്ളം അടച്ചിട്ട്
പറ്റുന്നത്ര ഈ ബ്ലോക്കും നമുക്ക് മാറ്റണം. കാരണം മൊത്തം മാറ്റേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇതന്നെ പിന്നെ ഹോയ് ആളാണ്. അപ്പോൾ ഓക്കെ, നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് വെക്കണം. ഇവിടെയാണ് നമ്മുടെ വെള്ളം വരാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുന്നൊരു ബിൽഡാവും, അതുകൊണ്ട് ഞാൻ മൊത്തം കാണിച്ചു തരുന്നില്ല, അവിടെ ഇവിടെയും കാണിച്ചു തരാം. പിന്നെ നമുക്ക് കുഴിയെല്ലാം അടച്ചിട്ടുണ്ട് ഗൈസ്, അത് ഞാൻ പറയാൻ പറഞ്ഞു. കുഴിയെല്ലാം അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രീപ്പറിൻ്റെ കുഴി ഒന്നും പോലും നിങ്ങൾ കാണില്ല. അപ്പോൾ ഞാൻ ഇത് കുറച്ചൊന്ന് ബിൽഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ഞാൻ കുറച്ച് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്റ്റൺ വെക്കണം. പിസ്റ്റൺ വെക്കൽ നിങ്ങളെ കാണിച്ചു തന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് നിങ്ങൾക്ക് അറിയുന്നൊരു ബിൽഡാവും, കാരണം ഭയങ്കര സിമ്പിളാണ്. എനിക്ക് അറിയുന്നതിൽ ഏറ്റവും സിമ്പിൾ ഫാമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അത്ര സിമ്പിളാണ്. പിന്നെ ഫുൾ ഓട്ടോമാറ്റിക് ആക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലില്ല. അതിന് വില്ലേജറും വേണം, പിന്നെ കുറച്ച് പണിയുണ്ട് അത് ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഫുൾ ഓട്ടോമാറ്റിക് ആക്കണില്ല. അപ്പോൾ നമ്മൾ ക്രോപ്പ് നട്ടെടുക്കൽ നമ്മൾ തന്നെയാണ്, പക്ഷേ പൊട്ടിക്കൽ ഈ മെഷീനാണ്. അപ്പോൾ ഇത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം വെള്ളമാണ് ഗൈസ്, വെള്ളം വെച്ചെടുത്തേക്കാണ്. ഇനി നമുക്ക് ഈ പിസ്റ്റൻ്റെ ബാക്കിൽ മൊത്തം വെള്ളം വെച്ചെടുക്കണം, അതാവും നമ്മുടെ ക്രോപ്പ് പൊട്ടിക്കുക. അപ്പോൾ ഓക്കെ, നമ്മുടെ ക്രോപ്പ് പൊട്ടിക്കാനുള്ള വെള്ളം നമ്മൾ എല്ലായിടത്തും വെച്ചെടുക്കുകയാണ്. അവിടെ ഒരു വശം വെച്ചതായിരുന്നു. ഓക്കെ, ഇനി ഒരു ബ്ലോക്കിലും കൂടിയുള്ളൂ. ഓക്കെ, എല്ലായിടത്തും വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലും കൂടി ഒന്ന് വെള്ളം വെച്ചെടുക്കണം. പിന്നെ ഇവിടുത്തെ ഒരു ചതുരക്കട്ടയ്ക്ക് 7 ബ്ലോക്ക് എന്തോ നീളമുണ്ട്, അല്ല 7 ബ്ലോക്ക് തന്നെ നീളം. അവസാനത്തിന് മാത്രം 8 ബ്ലോക്ക്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് 7 ബ്ലോക്ക് നീളമുണ്ട്, ബാക്കിയുള്ളതിനും 7 ബ്ലോക്ക്, ആ ലാസ്റ്റത്തിന് മാത്രം 8 ബ്ലോക്ക്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് വെള്ളം വെച്ച് കൊടുക്കണം. അപ്പോൾ കേസ് നമ്മളെല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ക്രോപ്പ് നട്ടിട്ട് അതൊന്ന് വളരാൻ വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യണം. പിന്നെ ഹോപ്പർ വയ്ക്കണം, അതൊക്കെ ലോലൻ വന്നിട്ട് ചെയ്യാം. അപ്പോൾ ലോലന് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഫുൾ ബിൽഡാക്കിയിട്ട് കാണിച്ചു കൊടുക്കാം. ഇത് മൊത്തം ബിൽഡ് ചെയ്തിട്ട് ലോലന് കാണിച്ചു കൊടുക്കാം. എങ്ങളേനെയും കാണിക്കാനില്ല ബിൽഡ് ചെയ്യണത്, കാരണം വെറുതെ ബോറാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലോലൻ കയറിയിട്ടുണ്ട്. ലോലൻ്റെ കണ്ണ് തള്ളി ഗൈസ്. ലോലന് ഇപ്പോൾ പണി ചെയ്യാൻ ഒരു സൂപ്പർ സാധനം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തന്നെ എനിക്ക് തോന്നുന്നത്, കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് ലോലന് ഇഷ്ടമായി ഇത്ര. അപ്പോൾ ഞാൻ ഹോപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉദ്ഘാടനം ലോലൻ തന്നെയാണ് കഴിക്കുക. അത് ഈ വീഡിയോയിൽ കാണിക്കുക എന്നാൽ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. ഇപ്പോൾ കുറച്ച് ദിവസമായി ഇടുന്ന വീഡിയോ ഒക്കെ 10 മിനിറ്റിന് മേലെ പോകുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമല്ലല്ലോ, നമ്മൾ 8 മിനിറ്റിന് താഴെയാണ് സാധാരണ വീഡിയോ ഇടാറ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ HMCMR സൈനിങ് ഔട്ട്. ബൈ.